ഡൽഹി, ഇന്ത്യയുടെ തലസ്ഥാന നഗരമായ ഡൽഹി ഇന്നൊരു യുദ്ധക്കളമായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യുദ്ധത്തിൽ രണ്ടു ഭാഗമുണ്ടാവും. പക്ഷേ ഡൽഹിയിൽ നിന്ന് നടന്നത് ഏകപക്ഷീയമായ യുദ്ധമാണ്. പിഞ്ചു കുഞ്ഞുങ്ങൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, പ്രവേശന പരീക്ഷയിൽ നടക്കുന്ന ഞെട്ടിക്കുന്ന അഴിമതിയും കോഴയും അത് RSSും BJPയും ചേർന്ന് നടത്തുന്നതാണ്. ശ്രീരാമന്റെ പേരിൽ സ്ഥാപിച്ച ക്ഷേത്രത്തിൽ തന്നെ ഇവര് പട്ടാപ്പകൽ തീവെട്ടിക്കൊള്ള നടത്തിയവരാണ്. കുട്ടികളുടെ പ്രവേശന പരീക്ഷയുടെ പേരിൽ ഇവർ നടത്തിയ അഴിമതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നില്ല. പക്ഷേ ഏതെങ്കിലും കുട്ടികൾ പഠിക്കാൻ പോകാത്ത വീടുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ സമരം ഇന്ത്യയിലെ പള്ളിക്കൂടത്തിലും കോളേജിലും പോയി പഠിക്കുന്ന കുട്ടികളുള്ള എല്ലാ കുടുംബത്തിൻ്റെയും ആവശ്യമാണ്. ഈ പ്രവേശന പരീക്ഷയും വിദ്യാഭ്യാസവും CBSE പരീക്ഷയും സ്കൂൾ പരീക്ഷയും +2 പരീക്ഷയും എല്ലാം നേരെ ചൊവ്വേ നടത്തണമെന്നുള്ളതാണ്. അതിന് കഴിയാത്ത പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട അഴിമതിക്ക് കൂട്ടുനിന്ന ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന് ധർമ്മമില്ല, അദ്ദേഹത്തിന് ഒരു പ്രാധാന്യവുമില്ല. പക്ഷേ പേര് ധർമ്മേന്ദ്ര പ്രധാൻ എന്നാണ്. അദ്ദേഹം രാജിവെക്കണം. അതല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നരേന്ദ്രമോദി മാറ്റണം. പ്രവേശന പരീക്ഷയിലെ അഴിമതിയുടെ ഫലമായി ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ ഇപ്പോൾ നടക്കുന്ന പ്രവേശന പരീക്ഷാ സമ്പ്രദായം അംഗീകരിക്കാൻ പറ്റില്ല. അതാകെ പുതുക്കി എഴുതണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ കച്ചവടവൽക്കരണത്തിനും വർഗീയവൽക്കരണത്തിനും സമഗ്രമായ കേന്ദ്രീകരണത്തിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ആ വിദ്യാഭ്യാസ നയം തന്നെ മാറ്റി എഴുതണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പാർലമെന്റിൽ സംബന്ധിച്ച് നടന്ന കാര്യങ്ങൾ ലോക്സഭയിലെ നേതാവ് രാധാകൃഷ്ണനും രാജ്യസഭയിലെ നേതാവ് ഡോക്ടർ V. ശിവദാസും ഇവർ വിശദീകരിക്കും. പക്ഷെ ഞങ്ങളിങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരെ ബലപ്രയോഗമാണ് ഡൽഹി പോലീസ് നടത്തിയത്. രാധാകൃഷ്ണന്റെ കയ്യിലെ രക്തം ഇപ്പോഴും ഉണ്ടോ? ഇത് മാച്ച് കളയരുത്, ഇരിക്കണം. അവിടെ നടന്ന പിടിവലിക്കിടയ്ക്ക് ലോക്സഭാംഗത്തിനേറ്റ പരിക്കിന്റെ ചെറിയൊരു ഭാഗമാണ്. പിന്നെ ഞങ്ങൾ ഇത് ബാഡ്ജൊക്കെ കാണിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ കടത്തിവിടാൻ തയ്യാറല്ല. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് ഇത് സംഭവിച്ചിട്ടുള്ളത് ഒരു 9:15 ഞങ്ങൾക്ക് നിങ്ങളെ കടത്തിവിടില്ലെന്നാ പറയുന്നത്. എന്തടിസ്ഥാനത്തിൽ കടത്തിവിടില്ല? ഇവിടെ നിരോധനാജ്ഞയുണ്ടോ? ഞങ്ങൾക്ക് പാർലമെന്റ് മെമ്പർക്കും മുൻ പാർലമെന്റ് മെമ്പർക്കും ഒന്നും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അപ്പം എന്തുകൊണ്ടാണോ ഞങ്ങളെ തല്ലിയൊടിച്ച് വണ്ടിയിലിട്ട് കൊണ്ടുപോകാൻ അവർ തീരുമാനിച്ചാൽ അതും നരേന്ദ്രമോദിയുടെ, അമിത്ഷായുടെയും മോഹൻ ഭഗത്തിന്റെയും ഭരണകാലത്ത് നടക്കും. CJPയുടെ നേതാവ് ശ്രീ അഭിജിത് ദിൻകെ ഇവിടെ നടത്തിയിട്ടുള്ള പ്രഖ്യാപനമുണ്ടല്ലോ, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതുവരെ ജന്തർ മന്ദറിൽ ഉള്ള സമരവും ഇരിപ്പും തുടരും. അത് അതിന്റെ പ്രവർത്തകരുടെ മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാവരും കൂട്ടായി ഒരേ ശബ്ദത്തിൽ ആ പ്രഖ്യാപനത്തെ അംഗീകരിച്ചു. അവരോട് ഞങ്ങൾ പരസ്യമായി ഇപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്, ഈ വിഷയത്തിൽ നിങ്ങൾ നടത്തുന്ന സമരത്തിൽ ഒപ്പം ഐക്യദാർഢ്യവുമായി CPIM-ഉം പുരോഗമന ജനാധിപത്യ സംഘടനകളും എല്ലാം ഉണ്ടാകും. അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു കുറവും ഈ സമരത്തിനോടൊപ്പം നിൽക്കുന്നത്, ഈ സമരത്തെ വ്യാപിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ 20-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളിൽ പാർട്ടിയുടെ ആഹ്വാനപ്രകാരവും പുരോഗമന ജനാധിപത്യ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ആഹ്വാനപ്രകാരവും ആക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയാകെ ആളിപ്പടരുന്ന ഒരു സമരമാണിത്. ജനങ്ങളെ അടിച്ചമർത്തി ചോര ചീന്തിയാണെങ്കിലും അധികാരത്തിൽ തുടരാമെന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുങ്ക് അതിന് അവസാനം കുറിക്കാൻ പോവുകയാണ്. നരേന്ദ്രമോദി വാഴ്ചയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഈ സമരത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങൾ രേഖപ്പെടുത്തുന്നത് എന്നുകൂടി കാണാൻ.